മനുഷ്യരുടെ ഉറക്കരീതികൾക്ക് കാലക്രമേണ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് സാങ്കേതികവും സാമൂഹികവും ജൈവികവുമായ നിരവധി കാരണങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആൻഡ് ടെക്നോളജി മനുഷ്യരുടെ ഉറക്കരീതികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകമാണിത്. വൈദ്യുത വിളക്കുകൾ വ്യാപകമാകുന്നതിനു മുൻപ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ സൂര്യനെ ആശ്രയിച്ചായിരുന്നു. സൂര്യാസ്തമയത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആളുകൾ ഉറങ്ങാൻ പോവുകയും സൂര്യോദയത്തോടെ ഉണരുകയും ചെയ്തിരുന്നു. വൈദ്യുതി കണ്ടുപിടിച്ചതോടെ രാത്രി വൈകിയും പ്രവർത്തിക്കാനും ഉണർന്നിരിക്കാനും സാധിച്ചു. കമ്പ്യൂട്ടറുകൾ, ഫോണുകൾ, ടിവി എന്നിവയിൽ നിന്നുള്ള നീലവെളിച്ചം ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഷിഫ്റ്റ് വർക്ക് വ്യവസായങ്ങൾ വളർന്നപ്പോൾ പ്രകൃതിപരമായ ഉറക്ക ഉണർവ് ചക്രങ്ങൾക്ക് അനുസരിച്ചല്ലാത്ത ജോലികൾ വന്നു. പ്രത്യേകിച്ച് ഷിഫ്റ്റ് ജോലികൾ നമ്മുടെ ജൈവഘടികാരത്തെ സർക്കേഡിയൻ റിതം താളം തെറ്റിക്കുന്നു. ഇത് ഉറക്കക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പഴയ കാലങ്ങളിൽ ആളുകൾ രാത്രി രണ്ടായി ഭാഗിച്ച് ഉറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി 8 മണിക്കൂർ ഉറങ്ങുക എന്ന രീതിയിലേക്ക് മാറി. ലൈഫ് സ്റ്റൈൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആധുനിക ജീവിതം ഉറക്കത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും നിറഞ്ഞതാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ജോലിയുടെയും പഠനത്തിന്റെയും തിരക്കുകൾ കാരണം പലർക്കും ഉറങ്ങാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വ്യായാമമില്ലാത്ത ജീവിതശൈലി ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ മോശമായി ബാധിക്കുന്നു. സാമൂഹിക ചിന്താഗതി ഉൽപാദനക്ഷമതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലത്ത് ഉറക്കം ഒരു ആഡംബരമായോ മടിയുടെ ലക്ഷണമായോ പോലും ചിലപ്പോൾ കാണാറുണ്ട്. അതിനാൽ ആളുകൾ ഉറക്കത്തിന് മുൻഗണന നൽകാതെ മറ്റു കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു. പരിണാമപരമായ മാറ്റങ്ങൾ എല്ലാ പ്രൈമേറ്റുകളിലും വെച്ച് ഏറ്റവും കുറവ് ഉറങ്ങുന്നത് മനുഷ്യരാണ്. എന്നാൽ സ്വപ്നങ്ങൾ കാണുന്ന ആഴത്തിലുള്ള ഉറക്കം മനുഷ്യർക്കാണ്. ഇത് സൂചിപ്പിക്കുന്നത് സോഷ്യലൈസിംഗ്, പഠനം, വേട്ടക്കാരിൽ നിന്ന് സ്വയം രക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്താൻ വേണ്ടി മനുഷ്യരുടെ ഉറക്കം കുറഞ്ഞതും കൂടുതൽ ഫലപ്രദവുമായ ഒരു രീതിയിലേക്ക് പരിണമിച്ചു എന്നാണ്.